മാഡം എഴുതി തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഭാഷാ പ്രയോഗത്തിനും ശൈലികൾക്കും കമ്മ്യൂണിക്കേഷൻ്റെ രീതികൾക്കും വിധങ്ങൾക്കും എല്ലാം. അപ്പം ഈ ലിറിക്സ് എഴുതി കൊടുക്കുന്ന ഒരു അവസരത്തിൽ ഇപ്പം എക്സ്പെക്റ്റേഷൻ മാറുന്നുണ്ടോ? നമ്മൾ ഇന്ന രീതിയിൽ വേണം എഴുതി കൊടുക്കാൻ? ലാംഗ്വേജിൻ്റെ വ്യത്യാസം നമ്മളുടെ എഴുത്തിനെയും അറിഞ്ഞോ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? കാരണം അതിമനോഹരമായ പോയറ്റിക് ലാംഗ്വേജ് ആണ് മാഡത്തിൻ്റെത്. അതിപ്പോൾ ഈ ഒരു 2018 എത്തി നിൽക്കുമ്പോൾ അതിന് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. കാലത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. അതൊരു പ്രശ്നമാണ്. അത് മാറാതെ നിവൃത്തിയില്ല. ആദ്യത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പാട്ടിന് ഭയങ്കരമായ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും അല്ല, അറിയാമല്ലോ. അത്ര പ്രാധാന്യം ഇപ്പം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇല്ലല്ലോ. ഇപ്പൊ ആ ഒരു പോയറ്റിക് വാല്യൂ ഇപ്പോൾ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അന്ന് അത്രയ്ക്ക് പ്രാധാന്യമായിരുന്നു. അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കും. ഇപ്പം നമ്മൾ മഞ്ഞണി പോകുന്നില്ല എന്നുള്ളൊരു പാട്ട് നമ്മൾ കേട്ടു, ഒരു വരി ഭാസ്കര മാഷ് ഉടനെ മനസ്സിലേക്ക് വരില്ലേ? അതെ. അയ്യോ, ചക്രവർത്തിനി കേൾക്കുമ്പോൾ നമുക്ക് വയലാറും ദേവരായ മാഷ്, അങ്ങനെ ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പൊ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പിന്നെയും അപ്പൊ നമുക്ക് ഗിരീഷ് പുത്തൻ. ഇന്നത് പറ്റണ്ട. ഇന്നങ്ങനെ ഞാൻ വിചാരിക്കുള്ളൂ ചിത്രീകരണം പോലും അത്ര ഗംഭീരമാവില്ല പാട്ട് അതിനേക്കാളും. അതെ, ആ പാട്ട് ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ആ പാട്ടുകളൊക്കെ തന്നെയാണ്. പക്ഷേ എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പ് മാറ്റി വെച്ചിട്ട് സംസാരിക്കാവും. ഇപ്പോഴും ഉണ്ട് നല്ല പാട്ടുകൾ ആഗ്രഹിക്കുന്നവരും നല്ല പാട്ട് കൊടുത്താൽ സ്വീകരിക്കുന്നവരും ഇപ്പോഴും. കൊടുത്താൽ മതി, നമ്മൾ കൊടുക്കണില്ല എന്നുള്ളതാണ്. മനസ്സിലായി? അത് കൊടുത്താൽ ഇപ്പോഴും ഇതുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പോൾ ഒരു പാട്ട് റേഡിയോ FM, എൻ്റെ ഒരു അഭിപ്രായമാണ് പറയണത്, FM നമ്മളൊക്കെ കേട്ടോണ്ടിരിക്കും. കാർ ഓടിക്കുമ്പോൾ മുഴുവനും നമ്മൾ ഓരോന്നും മാറി മാറി വെച്ച് കേൾക്കും. മഴ പെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ ബസ്സിന്റെ തിരക്കുകൾ, അത് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് അതിൽ. അവര് അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയും ഇന്ന പാട്ട് കേൾക്കാമെന്ന്. എന്തുകൊണ്ട് അവർക്ക് ഇപ്പം എൻ്റെ കാര്യമായിരുന്നു, ഇത് കാര്യമല്ല പറയുന്നത്. പഴയ ഒരു രീതി നിൽക്കട്ടെ. ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ കുറേയേറെ വരുന്നില്ലേ? അപ്പൊ അവര് അടുത്തൊരു പാട്ട് കേൾക്കാം എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ന ആൾ എഴുതി ഇന്ന ആള് സംഗീത സംവിധാനം ചെയ്ത പാട്ട് കേൾക്കാന്ന് പറയുന്നോണ്ട് എന്താ വിരോധമുള്ളത്? സമയനഷ്ടമൊന്നും ഇല്ലല്ലോ അതിന്. അങ്ങനെ ആരും ചെയ്യുന്നില്ല ഇപ്പോ. അത് കാരണം ഇപ്പൊ ആര് പാട്ട് കേൾക്കുന്നു എന്നല്ലാതെ ആരെഴുതി ആര് സംഗീത സംവിധാനം ചെയ്യുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല. അല്ലെ? പുതിയ തലമുറയ്ക്കും ഇപ്പൊ എന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവെ ആർക്കും ആരെയും അറിയില്ല എന്നൊരു കാലഘട്ടം ഉണ്ട്. പിന്നെ ഇപ്പൊ ആദ്യത്തെ പാട്ടുകളിൽ നിന്നുള്ള വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം ട്യൂണാണല്ലോ. ഇപ്പൊ ഞാൻ ഈ തിരിച്ചു വരവിന് ശേഷം 8-9 ഫിലിമായി എല്ലാത്തിലും എഴുതിയിരിക്കുന്ന ട്യൂൺ തന്നിട്ടാണ്. അത് വാട്സാപ്പിൽ ട്യൂൺ അയച്ചു തരും. അതനുസരിച്ച് ട്യൂൺ നമ്മള് ഇത് കുഴപ്പമൊന്നുമില്ല, അത് കഴിയുന്നുണ്ട്. നമുക്കത് ആദ്യം എനിക്ക് പേടിയായിരുന്നു, പറ്റൂല എന്നൊരു സംശയം വന്നിരുന്നു. കാരണം അങ്ങനെയല്ലേ. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. എങ്കിൽ പോലും മുറിക്കേണ്ടി വരും നമുക്ക്. ആദ്യം എൻ്റെ വ്യക്തിപരമായി എൻ്റെ ഇഷ്ടം ചോദിച്ചാൽ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ അതിപ്പോൾ നടക്കില്ല. ഇപ്പം ആദ്യം ട്യൂണ് വാട്സാപ്പിൽ അയച്ചു തരിക, നമ്മൾ അതിനെ വെച്ച് കറക്റ്റായിട്ട് പിന്നെ കഴിയുന്നത്ര നമ്മൾ ഒഴുക്കോട് കൂടിയിട്ട് ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ എഴുതുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ചെയ്യാൻ. അതും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അപ്പൊ അതും മാറ്റമാണ്. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ ജിമ്മിക്ക് കമ്മൽ എടുത്തു അല്ലെ, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ജിമ്മിക്ക് കമ്മലിന്റെ രീതിയിൽ പുതിയ സിനിമയിലും വന്ന് പറഞ്ഞു അങ്ങനെ. പക്ഷെ ജിമ്മിക്ക് കമ്മൽ അതൊരു പിള്ളേര് തുള്ളുണ്ട് നല്ലോണം അല്ലേ? എല്ലാവരും കുട്ടികൾ തന്നെ അല്ല, വയസ്സന്മാര് പോലെ ഇപ്പൊ ട്രോളൊക്കെ എത്ര ഇറങ്ങണം അതിനകത്ത്, അത് എല്ലാവരും ആസ്വദിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ ജിമ്മിക്ക് കമ്മലിന്റെ ആ ഒരു സന്ദർഭത്തിന് നമ്മളൊരു കവിത വായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പോയിറ്റിക് ഗാനം പാടാൻ പറ്റില്ല. സാഹചര്യത്തിന് അത് ആ പാട്ട് വേണം. അല്ലെങ്കിൽ ഒരു കോളേജ് പ്രൊഫസർ ഒരു ലവ് സോങ് ആണ് പാടുന്നതെങ്കിൽ അതിനകത്ത് കുറച്ച് പോയിറ്റിക് വേർഡ്സും കുറച്ച് ചിന്തകളും ഒക്കെ വരാം. അപ്പൊ സന്ദർഭം അനുസരിച്ച് നമ്മൾ എഴുതുകയും അതനുസരിച്ച് മാറുകയും വേണം. സംഗീതം ഏതായാലും നല്ലത്. ഒരു വർഷം ഏകദേശം 140-150 സിനിമയോളം മലയാളത്തിൽ വന്നു പോകുന്നുണ്ട്. അതിലും മാഡം നേരത്തെ പറഞ്ഞ പോലെ കുറേ എസ്റ്റാബ്ലിഷ്ഡ് കമ്പോസേഴ്സും സിംഗേഴ്സും ലിറിസിസ്റ്റും വരുന്നുണ്ട്, കുറേ പുതിയ ആൾക്കാരും വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പുതിയ ആൾക്കാർ 1-2 പാട്ട് ചെയ്യുകയും പിന്നീട് അങ്ങ് ചിലർ ആ ഒഴുക്കിലങ്ങ് മുങ്ങിപ്പോവുകയും ചിലർ ഒഴുക്കിനെതിരെ നീന്തി രക്ഷപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു എക്സസ് സപ്ലൈ, ഒരു പക്ഷേ ടാലൻറ്റിൻ്റെ എക്സസ് സപ്ലൈ നമ്മളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ലോഞ്ചിവിറ്റി എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇൻഡസ്ട്രിയിൽ? കാരണം കൂടുതൽ ഗായകർ, കൂടുതൽ സംഗീത സംവിധായകർ, നിമിഷ കവികൾ, ഇങ്ങനെ കുറെ പേര് വരുന്നില്ല. നമുക്ക് തോന്നുന്നു നമ്മൾ അത്രയും കൂടുതൽ ക്വാളിറ്റി കൂട്ടാൻ അത്രയും കോമ്പറ്റീഷൻ അല്ലേ. അപ്പം നമ്മൾ നാച്ചുറലി നമ്മൾ ഏറ്റവും എന്താ പറയുക, ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പോസിറ്റീവ് തിങ് തന്നെയാണത്. ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്, ശരിയാണ്. ഇങ്ങനെ ഇപ്പൊ ആരൊക്കെ ഏതൊക്കെ പാടി എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചെറിയ, കാരണം കുറച്ചധികം
നമ്മുടെ സ്പെക്ട്രം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ കുറയ്ക്കുന്നു കൂട്ടുന്നു എന്നുള്ളത് ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അവസരങ്ങൾ ഇപ്പൊ നമുക്ക് വരാനുള്ളത് വരും എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ചാരും ഇതേ ജനറേഷന്റെ ഇതേ ഒരു എന്താ പറയാ ടൈഡ് വിറ്റ്നസ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് പല പുതിയ ആൾക്കാരും വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അകത്തൊരു ലോങ് റൺ അഷ്വർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്താണ് ആ ഒരു റീസൺ? ഇസ് ഇറ്റ് ദ ക്വാളിറ്റി ഓർ ടാലന്റ് ഇൻഫ്ലോ കാരണമാണോ? എന്താണ് ഇത്തരത്തിലുള്ള ഒരു ലോങ് റണ്ണിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ചാരുവിൻ്റെ ഒരു ഒബ്സർവേഷനിൽ? മൾട്ടിപ്പിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളാണിത്. പലപ്പോഴും നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഘടകങ്ങളല്ല. എന്നെ സംബന്ധിച്ച് പറയുന്ന അങ്ങനത്തെ ഒരു ലെവലാണെങ്കിൽ നീ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫിലിം മ്യൂസിക് വലിയൊരു മീഡിയമാണ്. ഫിലിം മ്യൂസിക് ഇപ്പോൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മീഡിയം ഫിലിം മ്യൂസിക്. ഇപ്പോൾ രാജാ സാറിനെയോ റഹ്മാനെയോ ഒക്കെ കേട്ട് വളർന്നിട്ടുള്ള ഒരു എന്താ പറയുക വളരെ പാഷനേറ്റ് ആയിട്ട് മ്യൂസിക്കിനെ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഫിലിം മ്യൂസിക് ഇസ് എ ബിഗ് മീഡിയം. പക്ഷേ നമ്മളിപ്പോൾ പുറത്ത് ആർട്ടിസ്റ്റ് കേൾക്കുമ്പോഴല്ല, ഇപ്പോൾ ജസ്റ്റിൻ ബീബറോ ബിയോൺസെ ഇവരാരും ഫിലിം മ്യൂസിക്കിലല്ല വളർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പല ഇൻഫ്ലുവൻസസും അതിപ്പോൾ ഫോക്ക് ബാൻഡ്സ് ആവട്ടെ, ഇൻ്റർനാഷണൽ ജാസ്, ഹിപ്പ് ഹോപ്പ് എന്താണെങ്കിലും ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് മൂവി മ്യൂസിക്. മൂവി മ്യൂസിക് ഇസ് സംതിങ് എൽസ് ഇൻ ഇറ്റ്സെൽഫ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ശാഖ വന്നാൽ, അങ്ങനത്തെ ഒരു ഓപ്പൺനെസ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പലരുടെയും സർവൈവൽ വിൽ ബി മച്ച് 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 ബെറ്റർ. ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന ഹിപ്പ് ഹോപ്പ് ആയിരിക്കും. ഹിപ്പ് ഹോപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഫിലിം മ്യൂസിക്കിൽ നല്ലൊരു സ്കോപ്പ് കിട്ടണമെന്നില്ല. അതേപോലെ ജോബ് ഏട്ടനെ പോലെ എക്സാക്ട്ലി ഇപ്പോൾ ജോബ് ഏട്ടനെ പോലെ ഒരാൾ, ജോബ് ഏട്ടൻ മൂവി മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ജോബ് ഏട്ടൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് വളരെ വരി ഓറിയന്റഡ് ആയിട്ടുള്ള ചന്ദ്രശേഖരൻ സാറിനെ കൊണ്ട് എഴുതിപ്പിച്ചൊക്കെയാണ് ചേട്ടൻ ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ജോണറിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഫിലിം മ്യൂസിക് ത്രൈവ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഓൾട്ടർനേറ്റ് ജോണേഴ്സും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനുള്ളൊരു വലിയൊരു ഓപ്പൺനെസ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു എന്താ സർവൈവ് ചെയ്യാത്തതെന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടും. ആ ഒരു ഓപ്പൺനെസ് എല്ലാവർക്കും ആ ഒരു ഫീൽഡിനും ആ ഒരു പേഴ്സ്പെക്റ്റീവ് മ്യൂസിക്കിനും വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് എല്ലാവർക്കും അവസരം കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. പിന്നെ ഫിലിം മ്യൂസിക് ഈ പറഞ്ഞ പോലെ ഫിലിമിന് വേണ്ടത് കൊടുക്കുക എന്നുള്ളതൊരു കഴിവാണ്. ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ അത് വെച്ച് ജഡ്ജ് ചെയ്യരുത്. ഇപ്പോൾ എനിക്ക് ഫിലിമിന് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റുമായിരിക്കാം, പറ്റാതെ ഇരിക്കാം എന്നും വെച്ചിട്ട് അയാൾ നല്ല മ്യൂസിക് ഡയറക്ടറാണോ ചീത്ത മ്യൂസിക് ഡയറക്ടറാണോ പറയരുത്. കാരണം ചിലർ ഫിലിമിനല്ല, ഇപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നതിനേക്കും ദേ വിൽ ബി റിയലി ഗുഡ്. സം ഓഫ് ദം വിൽ ബി ഗുഡ് ഇൻ കമ്പോസിങ് ഫോർ സെഷൻസ് ഓർ ആർട്ടിസ്റ്റിക് അങ്ങനത്തെ സംഭവങ്ങൾക്കായിരിക്കും അവർ ഇൻപുട്ട് ചെയ്യാൻ, സൗണ്ട് ട്രാക്സ് ചെയ്യാനായിരിക്കും ചിലർ ടാലന്റഡ്. എത്രയാണ് സിംഗിൾസ് എത്ര നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പൺനെസ് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരെല്ലാവരെയും ഹൗസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. പണ്ട് നമ്മൾ ശാസ്ത്രീയ സംഗീതം, ലളിത സംഗീതം, സിനിമാ ഗാനങ്ങൾ, കൂടിപ്പോയാൽ ഗസൽ അല്ലെങ്കിൽ നാടൻ പാട്ട്, ഇതിനെ വളരെ ലിമിറ്റഡ് ശാഖകളിൽ നിന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന അവന്യൂസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് വളരെയധികം വലുതായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ വൈഡായി കഴിഞ്ഞു. ഇത്തരത്തിൽ ബാൻഡുകളുടെ പ്രചാരം നമ്മുടെ നാട്ടിൽ കൂടുന്നതും വിദേശത്തു നിന്നുള്ള ബാൻഡുകൾക്ക് ഇവിടെ കേൾവിക്കാരുണ്ടാവുന്നതും ഒക്കെ ഒരു വലിയൊരു വ്യത്യാസം, ഒരു ട്രെൻഡിന്റെ എന്താ പറയുക ഒരു ദിശ കാണിച്ചു തരുന്നത്, ടൈഡിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണല്ലോ. ഇപ്പൊ പാടുന്നു ചോദിച്ചാൽ ആദ്യം ചോദിക്കുന്ന ഏത് സിനിമയിലെ പാടിയിട്ടുള്ളത്, അത് മാറുന്നുണ്ട്. സിനിമയിൽ പാടിയാലേ സിംഗർ ആവുള്ളൂ എന്ന് കരുതുന്ന ഒരു സമൂഹവും ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ടേൺ എടുക്കണം എന്നുള്ളത് വലിയൊരു ആവശ്യമാണ്. എന്നാ പൈസക്ക് ബുദ്ധിമുട്ട് വരത്തില്ല, പ്രൊഡക്ഷന് പ്രോബ്ലം വരത്തില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും അവൻ്റെതായിട്ടുള്ള വെന്യൂസ് കിട്ടുമ്പോഴത്തേനും പിന്നെ no one will be afraid to survive as a musician. നമുക്ക് എല്ലാവർക്കും ആദ്യം വരുന്ന ഒരു തോന്നല, ഇപ്പം നമ്മൾ ജോലിക്ക് പോകാനുള്ള കാരണം എന്താ, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഫീൽഡാണ്. പക്ഷേ അല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ടും മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരും, ആൾക്കാർ പഠിക്കാൻ പോകും, ഈ ഒരു ശാഖയ്ക്ക് തന്നെ വലിയൊരു മാറ്റം വരും, ഗ്രോത്ത് സംഭവിക്കും.